ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ചെമ്പരച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ ഒരുപാട് വർഷങ്ങൾ പുറകോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു പഴമയുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഒരുപാട് പേർക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബീഫ് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കുക. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമ്മുടെ മലബാർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ചെമ്പരച്ചി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബീഫ് റെസിപ്പിയിലോട്ട്, അതായത് ഈ ചെമ്പരച്ചിയിലോട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിക്ക് പകരം നമ്മൾ വലിയ ഉള്ളി വെച്ചിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ മസ്റ്റായിട്ടും ചെറിയ ഉള്ളി വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കിലോ ബീഫിലോട്ട് നമുക്ക് 1 കിലോ ചെറിയ ഉള്ളി മസ്റ്റായിട്ടും വേണം കേട്ടോ. അത് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ ആക്കി വയ്ക്കുക. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചി ഞാനിതാ ഇതുപോലെ വലിയൊരു പീസ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന്. പിന്നെ വെളുത്തുള്ളി ഒരു 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി അതിനോട് കുറവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടുതൽ എടുക്കരുത്. അപ്പോൾ ഞാനിതെല്ലാത്തും ഒന്ന് ചോപ്പറിലൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെമ്പട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ നാട്ടിൽ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്, ബീഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ നേരിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പം ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇതാ കുറച്ച് മാത്രം ചോപ്പ് ചെയ്തായിട്ടുള്ളൂ, ബാക്കി അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് എല്ലാം കൂടി ഉടഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ആക്കിയിട്ട് ബാക്കി അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കൊന്നും വേണ്ട. അതുപോലെ ബ്ലെൻഡറിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തൊന്നും എടുക്കരുത്. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു ചെമ്പട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ 2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് പാകിസ്ഥാനി ബീഫാട്ടോ. ഇവിടെ UAE പാകിസ്ഥാനി ബീഫാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് ചെമ്പട്ടിയും മസ്റ്റാണ്. ഇതുപോലെ ഒരു ചെമ്പട്ടി എടുക്കണം. പ്രഷർ കുക്കറൊന്നുമല്ല ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലേ ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് ഞാൻ 2 കിലോ ബീഫിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയുടെ കണക്കൊക്കെ നോക്കാം. 2 കിലോ ബീഫിലോട്ട് ഞാൻ മല്ലിപ്പൊടി എടുക്കുന്നത് 6 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഒരു സെയിം ടേബിൾ സ്പൂൺ തന്നെ എടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ മസാലപ്പൊടികൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയുടെ ആ കുത്ത് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നല്ല കറക്റ്റായിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. അതുപോലെ മഞ്ഞൾപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ എടുക്കണ്ട, ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ. പിന്നെ കുരുമുളക് പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ കുരുമുളക് പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് പാകത്തിനുള്ള എരിവ് ഉണ്ടാവുള്ളൂ ഈ ഒരു ബീഫ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ള സ്പെഷ്യൽ റെസിപ്പി കൂടിയാണിത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, തേങ്ങാച്ചോറും ബീഫും. ആ തേങ്ങാച്ചോറിൻ്റെ കൂടെ കിട്ടുന്ന ബീഫിൻ്റെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ റെസിപ്പിയിലോട്ട് തക്കാളി ഒട്ടും തന്നെ ചേർക്കരുത് കേട്ടോ, അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കാം. ഞാൻ കുറേ നാളായിട്ട് അന്വേഷിക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി തന്നത് ഇക്കാൻ്റെ നാട്ടിൽ ഇതുപോലെ ഐറ്റംസൊക്കെ മുമ്പ് വെച്ചിരുന്ന ഒരു ഷെഫ് ഉണ്ടായിരുന്നു, അഷ്റഫ് എന്നാണ് പേര്. അപ്പം അവരിപ്പോൾ ഇവിടെ UAE ഒരു പാലസിൽ ഷെഫാണ്. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, ആ സെയിം ടേസ്റ്റ് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. അതായത് 2 കിലോ ഇറച്ചിയിലോട്ട് ഞാൻ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും കേട്ടോ, അത് വേവിനനുസരിച്ചിട്ടാണ്. അപ്പം ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലൊന്ന് ആദ്യം ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാനത് മീഡിയം ഫ്ലെയിമിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെമ്പട്ടിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നേരെ ഇത് വേവിച്ചെടുക്കേണ്ടി വരും.
അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ ഒന്നാണ്ട് തിളച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി കേട്ടോ. ഈ തിളയ്ക്കുന്ന സമയത്ത് ഒരു മണം വരാണ്ട്, അയ്യോ പിടുത്തം വിട്ട മണമാണ്. നല്ല ഒരു പ്രത്യേക, ഞാൻ ഇത്രയും കാലം ബീഫ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു മണം വന്നിട്ടില്ല എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ച് പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ ചെമ്പട്ടിയിൽ നമ്മൾ ഉണ്ടാക്കണം, എന്നാലും ആ ടേസ്റ്റും മണമൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും വിട്ടുപോകരുത്. അതുപോലെ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആദ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 ചേരുവകളും കൂടി ചേർക്കാനുണ്ട്. അതൊന്ന് തിളച്ച ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഞാനിത് അവിടെ വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഫെനൽ സീഡാണ് വേണ്ടത് നമുക്ക്, ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ആ പച്ച കളറുള്ള ജീരകം ഉണ്ടല്ലോ അത്. ഒരുപാട് പേര് പല റെസിപ്പിയിൽ ഞാനിത് പറയുമ്പോൾ ചോദിക്കുന്നതാണ് ഏത് ജീരകമാണെന്ന്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചധികം പൊടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് ഈ 2 കിലോ ബീഫിലോട്ട് 1 ടേബിൾ സ്പൂണ് ഈ വലിയ ജീരകം പൊടിച്ചത് മതി. അപ്പോൾ അത് ആദ്യം തന്നെ ചേർക്കണ്ട, ഇതുപോലെ ഒന്ന് തിളച്ച ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ 1 ടീസ്പൂണ് ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും തിളച്ച ശേഷം മാത്രം ചേർക്കുക. ഈ ഉലുവ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് 2 കിലോ ബീഫിലോട്ട് 1 ടീസ്പൂണ് മാത്രം മതി കേട്ടോ ഉലുവ. പിന്നെ പച്ചമുളക് ഈ ഒരു സ്റ്റേജിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്, ആദ്യം തന്നെ ചേർക്കണ്ട. അപ്പം ആ പച്ചമുളകിൻ്റെ ആ ഒരു മണമൊക്കെ വരും ഈ ഒരു സമയത്ത് ചേർക്കുമ്പോൾ. അതൊരു 5-6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല, ഒന്നും വഴറ്റിയെടുക്കാനൊന്നുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ, കാരണം ചിലപ്പം അടിയിൽ പിടിക്കും. നമ്മൾ ചെമ്പട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, വേറെ ഒന്നും നോക്കണ്ട. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റെസിപ്പിയാണ്. പക്ഷേ ആ ഒരു മണവും ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ എവിടെയും നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയാലൊന്നും ഈ ഒരു ടേസ്റ്റും മണമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മസാല ഒക്കെ കണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ഓരോ ബീഫ് എടുക്കുമ്പോഴും മസാല ഒക്കെ നല്ലോണം കോട്ട് ചെയ്തിട്ട് ബീഫിലൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ ഓരോ ബീഫിലും ആ ഒരു ടേസ്റ്റ് വരും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ. ഞാൻ നാട്ടിൽ ഇങ്ങനെ അടുപ്പത്തൊക്കെ ചെമ്പട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ UAE ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെമ്പട്ടിയിൽ ബീഫ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് വേവില്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 40 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളിങ്ങനെ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ഇങ്ങനെ നോക്കി നിൽക്കൊന്നും വേണ്ട, വഴറ്റിയെടുക്കാനൊന്നുമില്ല. അപ്പോൾ ബീഫ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വറവിട്ട് കൊടുക്കലാണ്. അപ്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. നല്ലോണം മൂത്ത് വന്നിട്ട് കേട്ടോ, എന്നാൽ ആ ഒരു സ്പെഷ്യൽ മണമൊക്കെ വരുള്ളൂ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മുകളിലോട്ട് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ മിക്സ് ചെയ്യേണ്ട, കുറച്ച് നേരം അത് ഒഴിച്ചിട്ട് അതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ശരിക്കും ആ ഒരു മണം അതൊക്കെ അതിൽ വന്നിട്ട് വീട് മൊത്തം ആ ഒരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് മണമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നവർ തക്കാളി ചേർക്കരുത് ഇതിലോട്ട്. അതുപോലെ ചെറിയുള്ളി മസ്റ്റാണ്. പിന്നെ ഇതുപോലെ ചെമ്പട്ടിയിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ 3 കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അപ്പം ശരിക്കും എന്താ പറയുക, ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെയുള്ള ബീഫ് എന്ന് പറയുമ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുള്ളൊരു ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു സെയിം ടേസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മലബാർ സ്റ്റൈലുള്ള അല്ലെങ്കിൽ മലപ്പുറം സ്റ്റൈലിലുള്ള ചെമ്പരച്ചിൻ്റെ റെസിപ്പി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നിങ്ങൾ ഫ്രൈ ചെയ്യണമെങ്കിൽ ഫ്രൈ ചെയ്യാം. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ വേവ് ഒന്ന് കാണിച്ചു തരാം. നല്ലോണം വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ബീഫൊക്കെ. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാച്ചോറും ഈ ഒരു ബീഫുമാണ് കോമ്പിനേഷൻ വരുന്നത്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാനും മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.